ഭാവവും കിട്ടും. ഒരു രംഗം മാത്രമുള്ള ഇതൊക്കെ ആരംഭിക്കുന്നത്. എന്റെ ഖദീജ, എന്ത് പണിക്ക് പോകാനാ? എന്താ ചൂട്, കരിഞ്ഞു പോകും. ഈ അരി കൂടെ തീർന്നാൽ കുടലും കരിഞ്ഞു തുടങ്ങും. നിന്റെ കയ്യിൽ 2 രൂപയുണ്ടോ? നാളെ തരാം. പിന്നെ ഞാനോട് മരത്തേന്ന് കുലുക്കി പറിക്കുമല്ലേ രൂപ. എന്തിനാ ഇപ്പൊ 2 രൂപ? കാശായിട്ട് ഇരിക്കണമെങ്കിൽ 2 രൂപ താടി, 2 ബീഡി വാങ്ങണ്ടേ? പിന്നെ എന്ത് കാര്യമായി പോയി കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ബീഡി വാങ്ങിച്ച് പുകച്ചു കളയാനല്ലേ? എന്റെ അടുത്തെങ്കില്ല. എടി ഖദീജ, ഒന്നും നോക്കടി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത. അല്ലെ, കേക്കണ്ടോ? 4 കാശ് കിട്ടുമ്പോ അത് മുഴുക്കി കളഷാപ്പിൽ കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ വല്ലാത്ത എരിച്ചിലല്ലേ. ഇപ്പൊ വീട്ടിക്ക് കാശില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ കല്ലിൽ കത്തിച്ച് മൂക്കിക്കൂടെ വരും. ഞാൻ അടുക്കളയോട് ചെല്ലട്ടെ. അടുപ്പത്ത് വറകളത്തെ ഗോതമ്പ് കിടക്കണം. പിള്ളേര് സ്കൂളിട്ട് വരാറായി. ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്നെ പിടിച്ച് വിഴുങ്ങും. 1, 2, 9 അല്ലേ? പെറ്റ സന്താനങ്ങളല്ലേ, നിന്നെ തന്നെ തിന്നണം. തിന്നട്ടെ, പെറ്റ ആളെ പിച്ചിക്കീരി തിന്നട്ടെ. അത് കഴിയുമ്പോ തന്നേൽപ്പിച്ചോളൂ. എന്റെ അല്ലോ, ഇവിടെ എന്റെ പെമ്പുള്ളോട്ടെ പോയല്ലോ. എന്താണ് ചെയ്താലി നെഞ്ഞത്തടിച്ച് അമ്മാനെ വിളിക്കണേ? എന്റെ അയ്യായിരിക്കാം. ഇപ്പൊ കണ്ടത് നന്നായി. വീടിയുണ്ടോ? എന്നെന്താ വീടിക്കും വന്നപ്പോ റേഷൻ 10 ദിവസം രാവിലെ വൈകിട്ടും ഒരേ പക്കവിടലേ ഉള്ളൂ. ഇനി അതും കൂടി നടക്കാൻ പോവാ. വീടില്ല. നന്നായി ബെഞ്ചിലോട്ട് ഇരി. നമുക്ക് വല്ല തമാശ പറഞ്ഞിരിക്കാം. തമാശ പറഞ്ഞിരിക്കാനുള്ള സമയമൊന്നുമല്ല. കടയിൽ സാമാനം എടുത്തെടുക്കാൻ ആരുമില്ല. നമ്മളൊരു വിവരം പറയാനും ശേഷിച്ചു വന്നാ കുട്ടികൾ സ്കൂളിൽ വിട്ടു വന്നാ അതവിടെ മഴയടിക്കുമ്പോ തൊള്ള ഇവിടെ കേൾക്കാം. അല്ല, എന്താ വിശേഷിച്ച്? കണക്കേന്ന് കഴിഞ്ഞ നമ്മുടെ പെട്ടിന്ന് നേരെ വെച്ചു. വലിയ കണക്കേതൊന്നും പേടിയില്ല. ചാത്തം ശരിയായിരിക്കും. അതെ അതെ, കുട്ടിച്ചാത്തം തന്നെ. സൈതാലിയുടെ മോൾ ആമിന പെട്ടിന്റെ മേലെ നിൽപ്പുണ്ടായിരുന്നു. അവൾ അവിടെ നിൽക്കുമ്പോഴേക്കും എനിക്കൊരു കുഴപ്പമില്ല. പെൺകൊച്ചിക്ക് പോയി ഒപ്പം പേരാൻ പോയി എന്നാണ് നമ്മുടെ സംശയം. അങ്ങനെ അയ്യായിരക്കാരുടെ പേരെടുത്ത് വിവരമൊന്നും അവള് പറഞ്ഞില്ലല്ലോ. അവളുടെ തന്നോട് പറഞ്ഞാണ്. അവൾ ഉമ്മ മോള് ഒരു കയ്യ. ഞാൻ ഇപ്പോൾ വിളിച്ചു വയ്ക്കാലോ. ഖദീജ, ഖദീജ. ഓ, എന്താണ് ഖദീജയ്ക്ക്? എടി, അയ്യായിരക്കാരുടെ പേന പോയെന്നാ. അതിന് ഇവിടെ ഒന്ന് ചോദിക്കാനായിട്ട് ഞാൻ എന്റെ പേരെടുത്തോണ്ട് വന്നാ. അതല്ല ഖദീജ. പിന്നെ എടി, നിന്റെ മോൾ ആമിന എടുത്തിട്ടുണ്ടോ സംശയം, അത്രേ ഉള്ളൂ. ഫോണുണ്ടോ എന്റെ മുമ്പില? എന്റെ ഫോൺ എടുത്തുന്നോ? അങ്ങനെ കട്ട് കഴിവഴി നടക്കുന്ന മകളെയല്ല ഞാൻ പെറ്റ് വളർത്തണേ. ഞാൻ അപ്പഴേ പറഞ്ഞില്ല. കുട്ടിയോടല്ലേ ഒരു തമാശയ്ക്ക് എടുത്തോണ്ട് വരും. ഇക്കടക്കിന് നാളെ തന്റെ പീടിക തന്നെ ആരെങ്കിലും കട്ടുകൊണ്ട് പോയാ ആദ്യം വന്ന് അന്വേഷണം വിളിയായിരിക്കുമല്ലോ. പരിഹരിക്കാൻ മാത്രമല്ലായിരിക്കും. പിന്നെ ആചാരം കൂടെ വരും. പോലീസ് വണ്ടി ഉണ്ടായാലും വരും. മിണ്ടാണ്ടിരിക്കണ്ട. എന്നാലും എന്റെ അലിയാർക്ക, എന്റെ മോൾ ആമിന തന്റെ പേരെടുത്തോണ്ട് വന്നു എന്ന് പറയാൻ നാവ് പൊങ്ങിലോ. കടുപ്പം തന്നെ. നമ്മന്റെ ഒരു സംശയം കഴിഞ്ഞ നമ്മൾ അകത്തെവിടെയും വെച്ചിട്ടുണ്ടോ നോക്ക്. എത്ര പറഞ്ഞാലും താൻ അത് തന്നെ പറയും. തുത്തും കാര്യം മനസ്സിലാക്കാത്തൊരു മാപ്പിള. ഞാനിപ്പോ കൊണ്ടുവന്ന് മനസ്സിലാലോ. ഇതേ നോക്ക, 19 പേരുടെ നാക്കും മുക്കും തൊണ്ടയും അടുപ്പുമൊക്കെ ഇതിലുണ്ട്. തന്റെ മടി എട്ടി പേരുടെ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്ക. ഇതിനകത്തില്ല. എന്നാ അവൾ എടുത്തിട്ടില്ല. എന്തേലും എടുത്താ അവൾ ഈ പെട്ടി കൊണ്ടുവന്നിടും. അല്ലടി ഖദീജ, നമ്മുടെ മോൾ 6ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. ഇത്ര തന്നെ വരുന്നേക്കും അവൾക്ക് എവിടെ നിന്ന് കിട്ടി? ഓ, വാപ്പാന്റെ കണ്ണ് ഇപ്പളേ തുറന്നു തോന്നണു. ഒരു രൂപ മുടക്കി ഇന്നേ വരെ എന്റെ മോക്ക് ഒരു പേര് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, ഒരു റിബൺ മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? അത് പോട്ടെ, ഒരു കൺവെൻഷൻ കോഡ് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ അവൾ എവിടെയെങ്കിലും ഒപ്പിക്കുമെന്ന് എനിക്കറിയില്ലേ. അറിയായിരുന്നു അല്ലേ? ആ വിചാരം ഉള്ളിലുള്ളത് കൊണ്ടാ ഇപ്പോഴും മര്യാദക്ക് ആ പാവം കൊച്ചിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിരിക്കണേ. ഏതായാലും അവള് വരുമ്പോന്ന് ചോദിച്ചു നോക്ക. അതൊന്നും ചോദിക്കണ്ട. ഒരു കുഞ്ഞിന്റെ വസ്തു ഇന്നേ അവളെ
തന്നെ. എന്റെ മോളായതുകൊണ്ട് വലിപ്പം പറയണതല്ല. ഇതാ കേട്ടു അല്ലേക്ക, ഈ മനുഷ്യൻ കുടിച്ച് ലക്കില്ലാണ്ട് അവിടെ ഇവിടെ കാശ് കൊണ്ടുവന്ന് വെക്കും. എന്റെ മോൾ ആമിന ആരും അറിയാണ്ട് അതിന് 5-10 രൂപ എടുക്കും. എടുക്കും. അതായത് അവൾ ചിമിട്ടും. ആ കേൾക്കണ മുമ്പ് കിടന്ന് പിടയ്ക്കല്ലേ, പറയട്ടെ. പിന്നീട് എനിക്ക് കാശിന് ബുദ്ധിമുട്ട് വരുമ്പോ അത് അവൾ എടുത്തുകൊണ്ട് വന്ന ഇന്ന ഉമ്മ എന്റെ കയ്യിലുണ്ടുമ്മ എന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടുപോയി തരും. അത്ര മര്യാദക്കാരിയാ